ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ഇലയടയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇലയട എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ അരി കൊണ്ടുള്ള അട, ഉള്ളിൽ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള അടയാണ്. അട എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ മിക്സ്ഡായിട്ട് ശർക്കരയൊക്കെ മിക്സ്ഡായിട്ടൊക്കെ ഉണ്ടാക്കും. പക്ഷെ അട എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഈ അടയാണ്. നമ്മുടെ ചായക്കടയിലൊക്കെ, പണ്ടത്തെ ചായക്കടയിലൊക്കെ ഉണ്ടാവുന്ന അട. അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ പ്രിപ്പറേഷനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വീട്ടിൽ വൈകുന്നേരം ഈ ബേക്കറിയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ പബ്സ് അങ്ങനത്തെ ഓയിൽ ചേർന്ന സ്നാക്സ് മേടിക്കുന്നതിന് പകരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇലയട. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് പൊടിയിൽ ഫുള്ളും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ അത് വറുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് നമ്മൾ ചേർക്കുക. ചൂടായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൈ വെച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റില്ല. എപ്പോഴും കൈ വെച്ച് കുഴയ്ക്കുന്നതാണ് നല്ലത്. അടയ്ക്കൊക്കെ ഈ ചൂട് മാറാതെ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും നേരം നമ്മൾ തവി കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ എല്ലാ ഫുൾ അരിപ്പൊടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂട് ഒരുവിധം ആറി കഴിയുമ്പോഴത്തേക്കും, വെള്ളത്തിൻ്റെ ചൂട് ഒരുവിധം ആറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൈ ഉപയോഗിച്ച് കുഴക്കാം. പിന്നെ അത്രയും നേരം നമ്മൾ കയ്യിൽ ഉപയോഗിച്ച് മാക്സിമം എന്തോരം കുഴയ്ക്കാൻ പറ്റുന്നോ അത്രയും കുഴച്ച് കൈകൊണ്ട് കുഴയ്ക്കുന്നത് വരെ നമ്മൾ അങ്ങനെ ചെയ്യാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ല, ആ അരിപ്പൊടി ആട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ അരിപ്പൊടി എടുക്കണമെങ്കിൽ അരിപ്പൊടി എടുക്കാം. വറുത്ത അരിപ്പൊടി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചൂടുവെള്ളം സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴയ്ക്കാം. അധികം കട്ടിയൊന്നുമില്ലാതെ അങ്ങനെ തന്നെ നമ്മൾ കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പോൾ നമ്മൾ തവി കൊണ്ടാണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കണം. നമ്മളിപ്പോൾ ചൂടുള്ളത് കൊണ്ടിട്ടും തവി വെച്ച് ഇതിങ്ങനെ കുഴയ്ക്കുന്നത് കൊണ്ടിട്ടുമാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അട ഉണ്ടാക്കുന്ന സമയത്ത് കൈ കൊണ്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കണ പോലെ കുഴയ്ക്കണം. അപ്പോൾ ചൂട് ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ആ ഡിഫറൻസും തവി ഉപയോഗിച്ച് കുഴക്കുമ്പോഴുള്ള ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക. ഇത് നമ്മൾ ഇടിയപ്പം അല്ല, നമ്മുടെ അട ഉണ്ടാക്കുക. ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു സ്റ്റൈലിൽ വേണം നമ്മൾ ഈ മാവ് കുഴയ്ക്കാനായിട്ട്. ഇടിയപ്പത്തിന് എങ്ങനെയാണോ, ഏത് കൺസിസ്റ്റൻസിയിലാണോ നമ്മൾ മാവ് കുഴയ്ക്കുക അതുപോലെ വയ്ക്കുക. ഇനി നമുക്ക് ഈ മാവ് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. കാര്യം നമ്മൾ ഉള്ളിൽ നമ്മുടെ അരിപ്പൊടിയുടെ അടയാണെങ്കിൽ ഉള്ളിൽ നമ്മൾ ശർക്കരയും തേങ്ങയും മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് എന്തോരം 2 ഉണ്ട എടുത്തിട്ടുണ്ടെങ്കിലും 2 ഉണ്ടയും നമ്മൾ ഫുള്ളായിട്ട് ഇടില്ല, നമ്മൾ കുറച്ചേ ഇടുകയുള്ളൂ. ഇതിൻ്റെ 2 ഉണ്ട എടുത്തേ ഉള്ളൂ. ശർക്കരയുടെ അളവൊക്കെ നമ്മൾക്ക് എന്തോരം അട വേണോ അതിൻ്റെ അളവിന് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ പലചരക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ശർക്കരയാണെങ്കിൽ നമ്മൾ ഇത് ഉരുക്കി കഴിയുമ്പോൾ നമ്മൾ അരിച്ച് വേണം നമ്മൾ തേങ്ങയിലേക്ക് ചേർക്കാൻ. ഇത് നമ്മൾ കുറച്ച് ക്വാളിറ്റി കൂടിയ ശർക്കരയാണ്. ഈ ശർക്കര നമ്മൾ അരിക്കൊന്നും വേണ്ട, നല്ല ശർക്കരയാണ്. സാധാരണ ശർക്കര നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കല്ല് കടിക്കും. നമ്മൾ അട കഴിക്കുവാണെങ്കിൽ നമുക്ക് കല്ല് കടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ അരിക്കുക. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര നമ്മൾ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങ ഞാൻ ഈ പാനിൽ വെച്ചിരിക്കുന്ന കാര്യം, തേങ്ങയുടെ നനവ് ഫുള്ള് മാറിയിട്ട് വേണം നമുക്ക് ശർക്കര ഒഴിക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് തേങ്ങ ഒന്ന് കണ്ടില്ലേ, കല്ലൊന്നുമില്ല, നല്ല പ്യുവർ ശർക്കരയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ പാനിൽ വെച്ചതിൻ്റെ കാര്യം, തേങ്ങയുടെ ജസ്റ്റ് ഒന്ന് പാൻ ചൂടാക്കിയിട്ട് തേങ്ങ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ വറുത്തെടുത്ത പോലെയൊന്നും എടുത്തിട്ടില്ല. തേങ്ങയുടെ വെള്ളം ഒന്ന് കുറച്ച് ഡ്രൈ തേങ്ങ ആയി കിട്ടാനാണ് തേങ്ങ ചിരകിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചത്. അപ്പം നമ്മുടെ ഇലയുടെ ഉള്ളിൽ വെക്കുന്ന സംഭവമാണിത്. നമ്മൾ തേങ്ങയും ശർക്കരയും അതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും കൂടി ആ തേങ്ങ ശർക്കരയും കൂടി ഒന്ന് കുഴമ്പ് പോലെ ആവണം. അതുവരെ നമുക്ക് കുറച്ച് നേരം പാനിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ
രണ്ടുണ്ട ശർക്കര എടുത്തതിൽ മൊത്തം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ശർക്കരയും തേങ്ങയിലേക്ക് ഏലക്ക പൊടിച്ചത്, ഒരു 4-5 ഏലക്ക പൊടിച്ചതാണിത്, അത് നമുക്ക് ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിനും മണത്തിനും ഒക്കെ ഏലക്കപ്പൊടി നല്ലതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല സ്മെല്ലുണ്ടാവും. ആ ഏലക്ക ശർക്കരയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരും. ഈ സ്മെല്ല് നമ്മൾ തേങ്ങയിൽ ശർക്കരയിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം കൂടി ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഉള്ളിൽ വെക്കുന്ന ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മൾ എന്തോരം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരിടയിൽ നമ്മൾ എന്തോരം വെക്കുന്നു, അതനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 7-8, ഞാൻ കുറച്ച് എടുക്കുള്ളൂ. അപ്പോൾ ഒരു 7-8 അടയ്ക്കുള്ളത് ഉണ്ടാവും എന്തായാലും. 7-8 അടയ്ക്കുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണോ, അട എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ, ഓരോ അടയുടെ ഉള്ളിൽ എന്തോരം വെക്കുന്നോ അതനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ ശർക്കര ഒരുവിധമായിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ വെക്കേണ്ട സംഭവം, അതായത് ശർക്കരയും തേങ്ങയും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അടയ്ക്കുള്ളത് പരത്താനായിട്ട് തുടങ്ങാം. ഇവിടെ നമ്മൾ ഒരു ഉണ്ട വെച്ചിട്ടാണ് നമ്മൾ ഒരട പരത്തുന്നത്. ഒരടയ്ക്കുള്ളത് നമ്മൾ പരത്തുന്നു. കയ്യിൽ ഒട്ടിപ്പടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എടുത്തിട്ട് പരത്തണം. അങ്ങനെ പരത്താൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല പരന്ന് കിട്ടും നമുക്കട. അതായത് ഒട്ടിപ്പിടിക്കില്ല, കയ്യിലും കൂടി മൊത്തം ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് പരത്താതൊന്നും പറ്റില്ല. അതിന് ഒരു ചെറിയ ബൗളിൽ സൈഡിൽ ഒരു ചെറിയ ബൗൾ വയ്ക്കുക, അതിൽ വെള്ളം നിറച്ച് വയ്ക്കുക. അതൊന്ന് മുക്കി നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. എത്രയും ഇതും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തന്നെ കേട്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര ഇടാം. നമ്മൾ ഈ അട പരത്താൻ നേരത്ത് എന്തോരം തിക്ക് വേണ്ടവർക്ക് കുറച്ച് തിക്കായിട്ടിടാം. തിന്നായിട്ടുള്ള അരിപ്പൊടിയുടെ ആ സൈഡ് തിന്നായിട്ട് ഉള്ളിൽ ഇത്തിരി കൂടുതൽ ശർക്കര വേണ്ടവർക്ക് നന്നായിട്ട് തിന്നാക്കാം. നമ്മൾ ഉള്ളിൽ ശർക്കര വെച്ചത് ഇതേപോലെ ഇല്ല, ഈ ഷേപ്പിലാട്ടോ, ഈ സൈസിലാട്ടോ ഇല്ല എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് വയ്ക്കാം. സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ശർക്കര പുറത്തേക്ക് വരില്ല. നന്നായിട്ട് ഒട്ടിക്കുവാണെങ്കിൽ ശർക്കര അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. അങ്ങനെ നമുക്ക് ഓരോന്ന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു 7-8 അട നമ്മളങ്ങനെ ഇലയിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. നമ്മൾ വേവിക്കാനായിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വേവിക്കാൻ വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആവി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഇലകളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 7-8 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ സെറ്റിൽ, ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ടൊക്കെ വേവിക്കേണ്ടി വന്നേനെ. ഇത് നമുക്ക് ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇത് ഫുള്ള് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തുറക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. വാവ്, നല്ല സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അടയൊക്കെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് അടയുടെ ഒരു പരുവം. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കൂടുതൽ കാശ് മുടക്കി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്നാക്സ് നമ്മൾ ബേക്കറിയിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടൽസിൽ നിന്നൊക്കെ മേടിക്കുന്നു. അപ്പം നമുക്ക് വളരെ ചിലവ് കുറച്ച്, എന്നാലും നമുക്ക് ഹോട്ടൽസിൽ നിന്നൊക്കെ മേടിക്കുന്ന, ബേക്കറീസിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓയിലി ഫുഡ് വെച്ച് നമ്മുടെ ഹെൽത്തും ചീത്തയാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷും പോവും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വീട്ടിൽ, എപ്പോഴും അല്ല, നമുക്ക് ഇടയ്ക്കെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് നമ്മുടെ ഇലയട. വളരെ സിമ്പിളായിട്ട് ശർക്കരയൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മേടിച്ച് വെച്ചതൊക്കെ ഉണ്ടാവും. പിന്നെ അരിപ്പൊടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മേടിച്ച് വെക്കുന്നതാണ്. വേറെ ഒന്നും വേണ്ട, വേറെ തേങ്ങയാണ് വേറെ നമ്മൾ അതല്ലാതെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലയുടെ ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞായറാഴ്ചകളിലെങ്കിലും നമ്മൾക്ക് ബേക്കറിയിൽ നിന്നൊന്നും ഓയിലി ഫുഡ് സ്നാക്കായിട്ട് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഞായറാഴ്ചയെങ്കിലും ഇലയടകൾ ഉണ്ടാക്കി നോക്കാം. ഇലയട എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയല്ല, ഈ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം,
ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ട് ഉള്ളിൽ ശർക്കര വയ്ക്കാം. പിന്നെ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ളിലൊന്നും വെക്കാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിലോ ഒക്കെ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.